പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കെം ടോക്കിലെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ 13-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ 3-ാമത്തെ പാർട്ടാണ്. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 23 സ്ക്രീനിലേക്ക് നോക്കുക. ഇക്വിലിബ്രിയം ഈസ് പോസിബിൾ ഓൺലി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. റെഡി? ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമാണ് ഇക്വിലിബ്രിയം സാധ്യമാവുക. റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc ഫോർ ദി റിയാക്ഷൻ തന്നിരിക്കുന്നു. അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാണുക. കണ്ടോ എത്ര പ്രാവശ്യമാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നത്? Kc പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പ്രോഡക്റ്റ് രണ്ടെണ്ണം ഉണ്ട്, NOയും ഉണ്ട്, H2Oയും ഉണ്ട്. അതിൻ്റെ കോൺസെൻട്രേഷൻ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, റെഡിയാണല്ലോ. ബി, വാട്ട് ഹാപ്പൻ ടു ദി വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വെൻ ദി എബോവ് റിയാക്ഷൻ ഈസ് റിവേഴ്സ്ഡ്. ഈ മുകളിലെ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ, പ്രോഡക്റ്റ് റിയാക്റ്റൻറ്റും റിയാക്റ്റൻറ്റ് പ്രോഡക്റ്റുമായിട്ട് മാറി തിരിച്ച് എഴുതുകയാണെങ്കിൽ ആ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്തായിരിക്കും? അത് റെസിപ്രോക്കലായിരിക്കും. നോക്കൂ, Kc ഡാഷ് ഈക്വൽ ടു 1/Kc ആയിരിക്കും. നേരത്തെയുള്ള Kcയുടെ റെസിപ്രോക്കലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 24. വീക്ക് ആസിഡ്സ് ആർ പാർഷ്യലി അയോണൈസ്ഡ് ഇൻ അക്വസ് സൊല്യൂഷൻ. വീക്ക് ആസിഡ് പൂർണ്ണമായി ഡിസോസിയേറ്റ് ചെയ്യാത്ത ആളാണ്. പൂർണ്ണമായി ഡിസോസിയേറ്റ് ചെയ്യുന്ന ആളെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ വീക്ക് ആസിഡ്സ് ആർ പാർഷ്യലി അയോണൈസ്ഡ്, ഭാഗികമായി മാത്രമേ അയോണൈസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വഭാവം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻ്റാണ് അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് സം ആസിഡ്സ് ആർ ഗിവൺ ബിലോ. കുറഞ്ഞ ആസിഡ്സിൻ്റെ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. ഫോമിക് ആസിഡിൻ്റെ തന്നാണ്, ഹൈപ്പോക്ലോറസ് ആസിഡ്, നൈട്രസ് ആസിഡ്, ഹൈഡ്രോസയനിക് ആസിഡ് തുടങ്ങിയ ആളുടെ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ്സ് അവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറയണം? ദി അറേഞ്ച് ദി എബോവ് ആസിഡ്സ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ആസിഡ് സ്ട്രെങ്ത്. അതിൻ്റെ ആസിഡ് സ്ട്രെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ ആൻസറിൽ ശ്രദ്ധിക്കാനുള്ളത് Ka-യുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ആസിഡിൻ്റെ സ്ട്രെങ്ത്ത് കൂടും. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ Ka വാല്യൂ ഉള്ളത് ആരാണ്? പറഞ്ഞോളൂ. ഫസ്റ്റത്തെ ആളാണ് അല്ലേ? 1.8 × 10⁻⁻⁴. ആദ്യം അത് തിരിയണം, ഏതാണ് വലിയ വാല്യൂ എന്ന് തിരിച്ചറിയാൻ കഴിയണം. റെഡി? നെക്സ്റ്റ്, അടുത്ത തൊട്ട് താഴെ കിടക്കുന്ന ആരാ? അല്ല, അത് ഏറ്റവും വലുത് 4.5 × 10⁻⁻⁴ ആണ്. അതിനാണ് Ka വാല്യൂ കൂടുതൽ. അതിനേക്കാൾ തൊട്ട് താഴെ കിടക്കുന്നത് ഫോമിക് ആസിഡാണ്. അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നത് ഹൈപ്പോക്ലോറസ് ആസിഡാണ്. അതിൻ്റെയും താഴെ കിടക്കുന്നത് ഹൈഡ്രോസയനിക് ആസിഡാണ്. അപ്പോൾ ഏറ്റവും വീക്കായിട്ടുള്ള ആൾ ഹൈഡ്രോസയനിക് ആസിഡ് പറഞ്ഞാൽ HCN ആണ്. അതിൻ്റെ മുകളിൽ HClO ആണ്. അതിന് മുകളിൽ ആര്? HCOOH ആണ്. അതിനുശേഷം HNO2 ആണ്. അവിടെ തന്നിരിക്കുന്ന ആൻസറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. HNO2 ആണ് HCOOHൻ്റെ മുകളിലുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളത്? Ka വാല്യൂ കൂടുന്നതിനനുസരിച്ച് ആസിഡിൻ്റെ സ്ട്രെങ്ത്ത് കൂടുന്നു. റെഡി? ഇനി ബി നോക്കാം. കാൽക്കുലേറ്റ് pH ഓഫ് 0.05 മോളാർ അസറ്റിക് ആസിഡ് സൊല്യൂഷൻ വിത്ത് ദ ഡിഗ്രി ഓഫ് അയണൈസേഷൻ. ഡിഗ്രി ഓഫ് അയണൈസേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നു കഴിഞ്ഞാൽ നമുക്ക് pH കാണണം. pH കാണാൻ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ തന്നിരുന്നു. Ka കാണുക ആദ്യം. Ka കാണാനുള്ള ഇക്വേഷൻ C∝². അതിൽ നിന്ന് ആൽഫ കാണാം. ആൽഫ ഈക്വൽ ടു √Ka/C. Ka തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ഡിവൈഡ് ചെയ്തപ്പോൾ 2.12 എന്ന് കിട്ടി. റെഡി? കോൺസെൻട്രേഷൻ ഓഫ് H3O+, അതായത് ഹൈഡ്രോണിയം അയോൺ അല്ലെങ്കിൽ H+ അയോൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു C∝. റെഡി? അസറ്റിക് ആസിഡ് ആയതുകൊണ്ട് ഒരു H+നെയാണ് ഡീകമ്പോസ് ചെയ്യുക, അല്ല റിലീസ് ചെയ്യുക. അതുകൊണ്ട് H3O+ൻ്റെ കോൺസെൻട്രേഷൻ C∝². വാല്യൂ കൊടുക്കുക. C നമുക്കറിയാം, ആൽഫ നമുക്കിപ്പോൾ ചെയ്തിട്ട് കിട്ടിയതിൻ്റെ വാല്യൂ കൊടുത്തു.
H3O+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടിയ പി എച്ച് കാണാം. പി എച്ച് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H3O+. H3O+ എന്ന് പറയുന്നത് H+ ആണെന്ന് നമുക്കറിയാലോ അല്ലേ. അക്വസ് സിസ്റ്റത്തിൽ H+ന് സ്വതന്ത്രമായി നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് H+ H2Oയുമായി കൂടിച്ചേർന്ന് ഹൈഡ്രോണിയമായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ പി എച്ച് ഈക്വൽ ടു മൈനസ് ലോഗ് H3O+. H3O+ൻ്റെ വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു. ദെർഫോർ ആൻസർ ഈസ് 1.673. 25. Salt can be classified into different categories on the basis of their solubility. സോലിബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് സോൾട്ടിനെ നമുക്ക് വ്യത്യസ്തമായ ടൈപ്പാക്കി തിരിക്കാം. ഐഡൻറ്റിഫൈ ദി സോലിബിലിറ്റി റേഞ്ച് ഓഫ് സ്പെയറിംഗ്ലി സോലിബിൾ സോൾട്ട് ഫ്രം ദി ഫോളോയിങ്. അവിടെ വാല്യൂ തന്നിട്ടുണ്ട്, ഞാനത് ആവർത്തിക്കുന്നില്ല. അതിൻ്റെ ആൻസറിലേക്ക് നോക്കുക. സോലിബിലിറ്റി 0.01 മോളാർ ആൻഡ് 0.1 മോളാർ അതിൻ്റെ ഇടക്കാണെങ്കിൽ അത് സ്ലൈറ്റ്ലി സോളിബിളാണ്, അതായത് കുറഞ്ഞ അളവിൽ വെള്ളത്തിൽ ലയിക്കുന്നതാണ്. എന്നാൽ സോലിബിലിറ്റി 0.01 മോളാറിനേക്കാൾ കുറവാണെങ്കിൽ 0.01 മോളാറിനേക്കാൾ കുറവാണെങ്കിൽ സ്പെയറിംഗ്ലി സോളിബിളാണ്, കാര്യമായിട്ടൊന്നും ലയിക്കൂല എന്നർത്ഥം. സ്ലൈറ്റ്ലി സോളിബിളാണ് ആദ്യത്തത്, കുറഞ്ഞ അളവിൽ ലയിക്കും. രണ്ടാമത്തെ കേസ് സ്പെയറിംഗ്ലി സോളിബിളാണ്, 0.01 മോളാറിനേക്കാൾ കുറവാണെങ്കിൽ കാര്യമായി ഒന്നും ലയിക്കൂല. പിന്നെ സോലിബിലിറ്റി 0.1 മോളാറിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് സോലിബിളാണ്, വെള്ളത്തിൽ ലയിക്കും. ഏതുപോലെ ഉപ്പ് പോലെ പഞ്ചസാര പോലെ വെള്ളത്തിലിട്ടാൽ അതാണ് കലങ്ങും, ഡിസോൾവ് ആവും. റെഡി. അതിൽ ബി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി സോലിബിലിറ്റി ഓഫ് കാൽസ്യം സൾഫേറ്റ് ഇഫ് ദി സോലിബിലിറ്റി പ്രോഡക്റ്റ് ഇൻ ദിസ് ടെമ്പറേച്ചർ ഈസ് കണ്ടാ 9 × 10⁻⁻⁶. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നേരത്തെ വന്നില്ലേ. CaSO4 Ca2+ഉം SO4 2- ആയിട്ട് മാറും. ദെയർഫോർ KSP ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ca2+ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് SO4 2-. രണ്ടും എസ്സും എസ് ആണ്. Therefore KSP equal to S into S, that is S square. Therefore S equal to root of KSP. KSPയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ 3 × 10⁻³ ഓക്കെ. Question number 26. During a classroom discussion, one of your friends argues that equilibrium constant is not altered with change in temperature. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ത് ചെയ്യില്ല, മാറില്ല എന്ന് നിങ്ങളുടെ ഫ്രണ്ട് ഒരു ക്ലാസ് റൂം ഡിസ്കഷനിൽ പറഞ്ഞു. വാട്ട് ഈസ് യുവർ വ്യൂ ടുവേർഡ്സ് ദിസ് ആർഗ്യുമെൻറ്റ്? ജസ്റ്റിഫൈ. നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ബേസ്ഡ് ഓൺ ദി വാല്യൂ ഓഫ് ΔH ഇറ്റ് മേ ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഈ ഇക്വേഷനിലെ ΔHൻ്റെ വാല്യൂ മൈനസ് ആണോ പ്ലസ് ആണോ, അതായത് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്നതിനെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം. അതുകൊണ്ട് മുകളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത ബി, ഡിസോസിയേഷൻ ഓഫ് CaCO3 ഇൻ എ ക്ലോസ്ഡ് വെസൽ ഈസ് ഗിവൺ ആസ്. അതാ CaCO3യുടെ ഡിസോസിയേഷൻ കാണിക്കുന്ന ഇക്വേഷൻ CaO + CO2. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഫോർ Kc. Kcയുടെ ഇക്വേഷൻ ഇതാ കേട്ടോ. Kc ഈക്വൽ ടു പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് ആണ് അവിടെ ഇതുണ്ട്. ഓക്കെ. എക്സ്പ്ലെയിൻ ദി എഫക്റ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രഷർ ഓൺ ദി എബോവ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ പ്രഷർ കൂട്ടിയാൽ എന്താണ് സംഭവിക്കുക? നെയിം ദി പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കൂ. 26 5 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കാം. ഓക്കെ. എന്താണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങോട്ട് വരും? ബാക്ക്വേർഡിലേക്ക് പോകും. കാരണം ഫോർവേഡിലേക്ക് നമ്പർ ഓഫ് മോൾസ് കൂടുകയാണ്. ശരി, അതുകൊണ്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ, നമ്പർ ഓഫ് മോൾസ് കുറവുള്ള ഭാഗത്തേക്കാണ് റിയാക്ഷൻ നടക്കുക. Therefore backward reaction is favorable when pressure increases. 27. Le Chatelier principle helped to explain the effect of change in condition on equilibrium. ഇതേ ക്വസ്റ്റ്യൻ നേരത്തെ ആവർത്തിച്ചു വന്നതാണ്.
ഡിസ്കസ് ദി എഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ദി ഫോളോയിങ് റിയാക്ഷൻ. പറഞ്ഞു നോക്കി, ഇതിൻ്റെ പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ് എന്താ? ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം റിയാക്റ്റൻ്റ് സൈഡിൽ 4 മോളിക്യൂൾസ് ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് 4 ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ 2 ഉള്ളൂ. ദെർഫോർ വെൻ പ്രഷർ ഇൻക്രീസസ് ഫോർവേഡ് റിയാക്ഷൻ പ്രൊസീഡ്സ്, മുന്നിലോട്ട് റിയാക്ഷൻ നടക്കും. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 27 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 28 ദി ബിഹേവിയർ ഓഫ് ആസിഡ് ആൻഡ് ബേസസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ യൂസിങ് ഡിഫറെൻറ്റ് കൺസെപ്റ്റ്. ആസിഡ് ബേസ് കൺസെപ്റ്റ് വ്യത്യസ്ത കൺസെപ്റ്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? അറീനിയസ് കൺസെപ്റ്റ് ഉണ്ട്, ലൂയിസ് കൺസെപ്റ്റ് ഉണ്ട്, ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ സെലക്ട് ദി ലൂയിസ് ആസിഡ് ഫ്രം ദി ഫോളോയിങ്. ആ 4 ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്, അതിലെ ലൂയിസ് ആസിഡ് സെലക്ട് ചെയ്യുക. ആരാണ്? BCl3 ആണ്. അതിൽ ബി, വാട്ട് ആർ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ? ഒരു കാര്യം ഉറപ്പായി, പെയറാണ്. വിച്ച് ഡിഫർ ബൈ 1 H+ അയോൺ. ഒരു H+ അയോണിൻ്റെ വ്യത്യാസമുള്ള ഒരു ജോഡി ആളുകൾക്കാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയാം. ഇല്ലുസ്ട്രേറ്റ് യൂസിങ് എക്സാമ്പിൾ അറിയില്ലേ? NH3 ആൻഡ് NH4+, H2O ആൻഡ് OH-, ഇതൊക്കെ അതിൽ പെടും. H2O, വേറൊരു എക്സാമ്പിൾ H2O ആൻഡ് H3O+. റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 29 ദി pH ഓഫ് എ സോൾട്ട് സൊല്യൂഷൻ ഡിപ്പെൻഡ് ഓൺ ദി ഹൈഡ്രോളിസിസ് ഓഫ് ഇറ്റ്സ് അയോൺ. അയോണുകളുടെ നോക്കുക, ഹൈഡ്രോളിസിസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് pH ഓഫ് എ സോൾട്ട്. ഒരു സോൾട്ടിൻ്റെ pH എന്ന് പറഞ്ഞത് അതിൻ്റെ ഹൈഡ്രോളിസിസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഔട്ട് ഓഫ് ദി ഫോളോയിങ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ആസിഡിക് സൊല്യൂഷൻ ഇൻ വാട്ടർ? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആസിഡ് സൊല്യൂഷൻ തരുന്നത്? CH3COO(Na) എന്ന് പറഞ്ഞത് സോൾട്ട് ഓഫ് സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ആസിഡ് ആണ്, അതുകൊണ്ട് അത് ബേസിക് സൊല്യൂഷനാണ് തരിക. NH4Cl എന്ന് പറഞ്ഞാൽ സോൾട്ട് ഓഫ് വീക്ക് ബേസ് ആൻഡ് സ്ട്രോങ് ആസിഡ് ആണ്, അതുകൊണ്ട് തന്നെ അത് ആസിഡിക് സൊല്യൂഷനാണ് തരിക. അപ്പോൾ അവിടെ ഉത്തരമായിട്ടുണ്ട്. ഇനി അടുത്തത് CH3COO NH4+. ഇത് ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇറ്റ് ഈസ് എ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. പിന്നെ NaCl ആണ്, അത് ദാറ്റ് ഈസ് എ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്, ദാറ്റ് വിൽ ബി ന്യൂട്രൽ. ദെർഫോർ ആൻസർ ഈസ് NH4Cl. അതിൽ ബി, എക്സ്പ്ലെയിൻ ഫിനോമിനൻ ഓഫ് കോമൺ അയോൺ ഇഫക്റ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. എന്തായിരുന്നു? ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് കോമൺ അയോണുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ചേർത്താൽ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ കുറയുന്ന പ്രതിഭാസത്തിനാണ് കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറയാം. എക്സാമ്പിൾ, അമോണിയം സോഡിയം അസറ്റേറ്റ് ഏതാ? സ്ട്രോങ് സോൾട്ടാണ്. അസറ്റിക് ആസിഡോ വീക്ക് ഇലക്ട്രോലൈറ്റാണ്. അപ്പോൾ അസറ്റിക് ആസിഡിലേക്ക് സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ചേർത്തപ്പോൾ അസറ്റിക് ആസിഡിൻ്റെ ഡിസോസിയേഷൻ കുറയുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന പ്രിൻസിപ്പിൾ ലേഷാറ്റിൽ പ്രിൻസിപ്പിളാണ്. ഈ പ്രതിഭാസത്തെ കോമൺ അയോൺ ഇഫക്റ്റ് എന്നും പറയും. ഓക്കെ, വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ പാർട്ട് നമ്പർ 1 ഇത് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 30 ദി പ്രിൻസിപ്പൽ ഗോൾ ഓഫ് എ കെമിക്കൽ സിന്തസിസ് ഈസ് ടു മാക്സിമൈസ് ദി കൺവേർഷൻ ഓഫ് റിയാക്റ്റൻ്റ് ടു പ്രോഡക്റ്റ്. ഒരു കെമിക്കൽ സിന്തസിസ് എന്ന് പറയുന്നത് റിയാക്റ്റൻസ് പ്രോഡക്റ്റാക്കി കൂടുതൽ നടത്താൻ, അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ കൂടുതൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഒരു കെമിക്കൽ സിന്തസിസിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ലേഷാറ്റിലെ പ്രിൻസിപ്പിൾ ക്യാൻ ബി അപ്ലൈഡ് ടു അച്ചീവ് ദിസ്. അങ്ങനെ പ്രോഡക്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ലേഷാറ്റിലെ പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എന്താണ് ലേഷാറ്റിലെ പ്രിൻസിപ്പിൾ? ആവശ്യമുണ്ടോ? പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തത്, പ്രഡിക്റ്റ് ദി കണ്ടീഷൻസ് ടു ബി അപ്ലൈഡ് ടു മാക്സിമൈസ് ദി പ്രൊഡക്ഷൻ ഓഫ് അമോണിയ. താഴെ തന്നിരിക്കുന്ന റിയാക്ഷനിൽ അമോണിയയുടെ എമൗണ്ട് കൂട്ടാൻ എന്തൊക്കെയാണ് മാർഗം? 1, പ്രഷർ കൂട്ടാം. പ്രഷർ കൂട്ടുമ്പോൾ ഫോർവേഡിലേക്ക് നടക്കും, കാരണം നമ്പർ ഓഫ് മോൾസ് കുറവ് ഫോർവേഡ് സൈഡിലേക്കാണ്. റിയാക്റ്റൻ്റ് സൈഡ് 4 പ്രോഡക്റ്റ് സൈഡ് 2 ആണുള്ളത്, അതുകൊണ്ട് പ്രഷർ കൂട്ടിയാൽ അമോണിയ കൂടുതൽ കിട്ടും. 2, ഈ റിയാക്ഷൻ എക്സോതെർമിക് ആണ്, അതുകൊണ്ട് ടെമ്പറേച്ചർ ഹൈ ആക്കാൻ പറ്റില്ല. മാത്രമല്ല ഹൈ ആക്കിയാൽ കെമിക്കൽ റിയാക്ഷൻ ബാക്ക്വേർഡാണ് നടക്കുക, എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട്. അതുകൊണ്ട് ടെമ്പറേച്ചർ ഹൈ ആക്കാൻ പറ്റില്ല. എന്നാൽ
വളരെ ലോ ആയാൽ റിയാക്ഷൻ നടക്കുകയും ഇല്ല. അതുകൊണ്ട് ഒപ്റ്റിമം ടെമ്പറേച്ചർ കൊടുക്കണം. അപ്പോൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഹൈ പ്രഷർ. ഇനിയും കൂട്ടണമെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഒന്നുകിൽ നൈട്രജൻ്റെ അളവ് കൂട്ടുക, അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ അളവ് കൂട്ടുക, അല്ലെങ്കിൽ രണ്ടിൻ്റെ അളവ് കൂട്ടുക. അപ്പോഴും ഫോർവേഡ്ക്ക് നടക്കും. ഓക്കെ. അല്ലെങ്കിലോ ഉണ്ടാകുന്ന അമോണിയയുടെ അളവിനെ നമ്മളിങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇങ്ങനെ അവിടുന്ന് നീക്കം ചെയ്യുക. അങ്ങനെ ആയാലും റിയാക്ഷൻ കൂടുതൽ അമോണിയ തരും. റെഡി. ക്വസ്റ്റ്യൻ അതിലെ സി, കമൻറ്റ് ഓൺ ദി എഫക്റ്റ് ഓഫ് ഇൻക്രീസിങ് പ്രഷർ ഇൻ ദി റിയാക്ഷൻ. അവിടെ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷനിൽ പ്രഷർ കൂട്ടിയാൽ എന്താണ് സംഭവിക്കുക? ആദ്യം നോക്കേണ്ടത് പ്രഷർ, നമ്പർ ഓഫ് മോൾസ് രണ്ട് ഭാഗത്തും തുല്യമാണോ നോക്കുക. ഇവിടെ പ്രോഡക്റ്റ് സൈഡിൽ 2 മോൾ ഗ്യാസും റിയാക്റ്റൻ്റ് സൈഡിൽ 4 മോൾ ഗ്യാസുമാണുള്ളത്. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കുറയുന്ന ഭാഗത്തേക്കാണ് റിയാക്ഷൻ നടക്കുക. അങ്ങനെയാകുമ്പോൾ ഈ റിയാക്ഷനിൽ പ്രഷർ കൂട്ടിയാൽ റിയാക്ഷൻ ഫോർവേഡിലേക്ക് നടക്കും. ഓക്കെ. നെക്സ്റ്റ്, കോമൺ അയോൺ ഇഫക്റ്റ് ഈസ് എ ഫിനോമിനൻ ബേസ്ഡ് ഓൺ ദി Le Chatelier പ്രിൻസിപ്പിൾ. സംശയമില്ലല്ലോ. Le Chatelier പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫിനോമിനനാണ് കോമൺ അയോൺ ഇഫക്റ്റ്. ഇല്ലുസ്ട്രേറ്റ് കോമൺ അയോൺ ഇഫക്റ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, അത് നിങ്ങൾ ഓർക്കുക. എന്താ കോമൺ അയോൺ ഇഫക്റ്റ്? ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് കോമൺ അയോണുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ചേർക്കുമ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ കുറയുന്ന പ്രതിഭാസത്തിനാണ് കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറയുക. ഉദാഹരണം, അസറ്റിക് ആസിഡിലേക്ക് സോഡിയം അസറ്റേറ്റ് ചേർക്കുന്നത്. അതിൽ ബി, ഇഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്. ഇതേ ക്വസ്റ്റ്യൻ നേരത്തെ ആവർത്തിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ടത്. ഫസ്റ്റ് പാർട്ടിലൊന്നും സെക്കൻഡ് പാർട്ടിൽ 2 ആവട്ടെ. അതിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ തന്നിരിക്കുന്നു 3 × 10⁻³ അതിൽ പി എച്ച് കാണാനുള്ള ഇക്വേഷൻ pH = log കോൺസെൻട്രേഷൻ ഓഫ് H+. അതിൽ കൊടുക്കുക, ചെയ്യുക. അടുത്തത്, ഐഡൻറ്റിഫൈ ദി ലൂയിസ് ആസിഡ് ഫ്രം ദി ഫോളോയിങ്. ഇതേ ക്വസ്റ്റ്യൻ നേരത്തെയും വന്നു. ഏതാ ലൂയിസ് ആസിഡ്? ഇതിൽ BCl3 ആണ്. ബാക്കി 3 പേരും ലൂയിസ് ബേസ് ആണ്. റെഡി. നെക്സ്റ്റ്, Bronsted-Lowry concept of acid and bases is based on the exchange of H+ during a reaction. Bronsted-Lowry കൺസെപ്റ്റിൽ പറയുന്നത് H+നെ കൊടുക്കുന്ന ആൾ ആസിഡും H+നെ സ്വീകരിക്കുന്ന ആൾ ബേസും എന്നാണ്. എന്താ ക്വസ്റ്റ്യൻ? ഇല്ലുസ്ട്രേറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ ഓഫ് ദി കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട്, ഇതൊരു ജോഡിയാണ്. ആ ജോഡിക്കുള്ള പ്രത്യേകത ആ 2 ആളുകൾ തമ്മിൽ ഒരു H+ അയോണിൻ്റെ വ്യത്യാസമായിരിക്കും. ഉദാഹരണം, H2O H3O+. വേറെ എക്സാമ്പിൾ, NH3 and NH4+, H2O and OH-. 3 എക്സാമ്പിൾ ആയില്ലേ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ലൂയിസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. എന്താ ലൂയിസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ബേസ്? ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ പെയർ. ഇലക്ട്രോൺ ജോഡിയെ സ്വീകരിക്കുന്ന ആൾ, ഇലക്ട്രോൺ ജോഡിയെ വിട്ടുകൊടുക്കുന്ന ആൾ ലൂയിസ് ബേസ്. ഓക്കെ. അതിൽ സി, അക്കോർഡിംഗ് ടു ലൂയിസ് തിയറി ക്ലാസിഫൈ ദി ഫോളോയിങ് ഇൻ ടു ആസിഡ് ആൻഡ് ബേസസ്. H2O NH3 AlCl3 OH-. ഇവനെ ലൂയിസ് ആസിഡും ലൂയിസ് ബേസും ആക്കി മാറ്റണം. അതവിടെ കൊടുത്തിട്ടുണ്ട്. ലൂയിസ് ആസിഡ് AlCl3 ആണ്. ലൂയിസ് ബേസ് H2O NH3 OH- എന്നിവയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 33. When some sodium acetate is added to a solution of acetic acid. കാണുമ്പോൾ തന്നെ മനസ്സിലായി എന്താണെന്ന് അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് unionized acetic acid increases. What is the phenomenon involved? Common ion effect അല്ലേ? കോമൺ അയോൺ ഇഫക്റ്റ്. അതൊന്ന് വിശദീകരിക്കണം. Le Chatelier പ്രിൻസിപ്പിൾ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ബി, കൺസിഡർ ദി ഇക്വിലിബ്രിയം. അവിടെ ഒരു ഇക്വിലിബ്രിയം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സോളിബിലിറ്റി ഓഫ് AgCl തന്നിരിക്കുന്നു. ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് KSP. KSP = S² ആണ്. കാരണം Ag+ഉം Cl- 2 അയോണേ ഉള്ളത്. അതുകൊണ്ട് KSP = S². റെഡി. അതിൽ വാല്യൂ കൊടുക്കുക. KSP = S². എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, 1.06 × 10⁻⁻5 ഹോൾ സ്ക്വയർ വാല്യൂ കിട്ടി. സി, വാട്ട് ഹാപ്പൻ ടു ദി വാല്യൂ ഓഫ് സോളിബിലിറ്റി ആൻഡ് സോളിബിലിറ്റി പ്രോഡക്റ്റ് വെൻ HCl ഈസ് പാസ്ഡ് ത്രൂ AgCl സൊല്യൂഷൻ. AgCl സൊല്യൂഷനിലേക്ക് HCl ആഡ് ചെയ്താൽ വാട്ട് ഹാപ്പൻ? AgCl Cl- പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഇക്വേഷൻ പ്രകാരം
സി എൽ മൈനസിന് തരുന്നുണ്ട്. പിന്നെ അതിലേക്ക് എച്ച് സി എല്ലും കൂടെ ചേർത്താൽ എച്ച് സി എല്ലും സി എൽ മൈനസിന് തരും. അവ രണ്ട് പേരും സി എൽ മൈനസിനെ തരുമ്പോൾ അവിടെ ഒരു കോമൺ അയോൺ ഉണ്ടാവും. കോമൺ അയോൺ വന്നാൽ കോൺസെൻട്രേഷൻ ഓഫ് സി എൽ മൈനസ് കൂടുകയും അതിൻ്റെ ഫലമായി ഇക്വിലിബ്രിയം റിയാക്ഷൻ ബാക്ക്വേർഡിലേക്ക് നടക്കുകയും ചെയ്യും. പാശ്ചാത് പ്രവർത്തനം കൂടും. അതുകൊണ്ട് എ ജി സി എല്ലിൻ്റെ ഡീകമ്പോസിഷൻ കുറയും. എ ജി സി എല്ലിൻ്റെ ഡീകമ്പോസിഷൻ കുറയുമെന്ന് പറഞ്ഞാൽ എ ജി സി എല്ലിൻ്റെ സോലിബിലിറ്റി, ലയിക്കാനുള്ള പ്രവണത കുറയുന്നു. എന്ത് ചേർക്കുമ്പോൾ? എച്ച് സി എൽ ചേർക്കുമ്പോൾ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 34. ദി aqueous solution of an ionic compound NaCl, CH3CO, ONa, NH4Cl show different pH. ഈ മൂന്ന് പേരും വ്യത്യസ്തമായ പി എച്ച് ആണ് തരിക വെള്ളത്തിൽ ഇവയെ ചേർത്താൽ. ഏതൊക്കെയാണ് ആസിഡ്, ബേസിക് ആൻഡ് ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് കാണുക. NaCl ന്യൂട്രലാണ്, കാരണം ദാറ്റ് ഈസ് എ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. CH3CO Na ബേസിക് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് സോൾട്ട് ഓഫ് സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ആസിഡ്. സ്ട്രോങ് ബേസും വീക്ക് ആസിഡും ആകുമ്പോൾ ബേസിക് സ്വഭാവമാണ് കൂടുതലുണ്ടാവുക. അടുത്ത NH4Cl, ഇറ്റ് ഈസ് എ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. അതുകൊണ്ട് തന്നെ ആസിഡിക് സ്വഭാവമാണ് ഉണ്ടാവുക. അവിടെ തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ആസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ. അത് നമ്മൾ ആൻസർ പറഞ്ഞു. ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്താ അതിന് കാരണം? ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞപ്പോൾ അതിൻ്റെ കാരണം അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 35. CaCO3 solid gives CaO solid plus CO2 gas. Write down expression for Kp. Equilibrium constant in terms of partial pressure കാണണം. എന്താ? പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. Kp ഈക്വൽ ടു പി CaO ഇൻറ്റു പി CO2 ബൈ പി CaCO3. ഓക്കെ അല്ലേ? അതിൽ CaCO3 സോളിഡാണ്, CaOയും സോളിഡാണ്. അപ്പോൾ അതുകൊണ്ട് PCaO എന്ന് പറയുന്നതും PCaCO3 എന്ന് പറയുന്നതും 1 ആയിരിക്കും. അപ്പോൾ അത് 1 ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ ബാക്കിയുള്ളത്? Kp ഈക്വൽ ടു PCO2. ക്ലിയർ? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc ഇൻ ദി എബവ് റിയാക്ഷൻ? ആദ്യം Kcയും Kpയും തമ്മിലുള്ള റിലേഷൻ ബൈഹാർട്ട് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അത് നിങ്ങൾ പഠിച്ചതാണ്. Kp ഈക്വൽ ടു Kc ഇൻറ്റു RT റൈസ് ടു ഡെൽറ്റ എൻ. ഈ ഇക്വേഷനിൽ അവ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുന്നു. അതിലെ ഡെൽറ്റ എൻ എത്രയും നോക്കുക. ഡെൽറ്റ എൻ, പ്രോഡക്റ്റ് സൈഡിൽ ഗ്യാസ് എത്ര ഉണ്ട്? ഒരു ഗ്യാസ്, അതായത് CO2. ബാക്കിയുള്ളതൊക്കെ സോളിഡാണ്. അതുകൊണ്ട് പ്രോഡക്റ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് 1. റിയാക്റ്റൻ്റ് സൈഡിൽ ഗ്യാസ് ഇല്ല, അതുകൊണ്ട് 0. 1 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഡെൽറ്റ എൻ. ആ വാല്യൂ ആ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ Kp ഈക്വൽ ടു Kc ഇൻറ്റു RT റൈസ് ടു ഡെൽറ്റ എൻ അല്ലേ? ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 1. അപ്പോൾ RT റൈസ് ടു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു RT. ദെർഫോർ Kp ഈക്വൽ ടു Kc ഇൻറ്റു RT. റെഡി അല്ലേ? നോക്കൂ നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ 36. തൊട്ടടുത്ത വർഷം തന്നെ ചോദിച്ചു. അതേ വർഷം ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് പിന്നെ വരികയാണ്. വാട്ട് ഹാപ്പൻ ടു ദി Kp ഓഫ് ദി എബവ് സിസ്റ്റം ഇഫ് ദി മോർ ക്ലോറിൻ ഈസ് ആഡഡ് ടു ദി സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം? മുകളിൽ തന്നിരിക്കുന്ന ഇക്വിലിബ്രിയത്തിൽ കൂടുതൽ ക്ലോറിൻ കൊടുത്താൽ എങ്ങോട്ടാണ് റിയാക്ഷൻ നടക്കുക? എന്താ സംശയം? ക്ലോറിൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റിൻ്റെ അളവ് കൂടുമ്പോൾ ബാക്ക്വേർഡ്ക്ക് റിയാക്ഷൻ നടക്കും. റിയാക്ഷൻ ബാക്കിലേക്ക് നടക്കും, അതായത് പാശ്ചാത് പ്രവർത്തനത്തിൻ്റെ റേറ്റ് കൂടും ക്ലോറിൻ്റെ അളവ് കൂട്ടിയാൽ. ബി, ഗിവ് ദി റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc ഇൻ ദി എബവ് സിസ്റ്റം. പറയ്. ഡെൽറ്റ എൻ എന്താ? പ്രോഡക്റ്റ് സൈഡിൽ 2 ഗ്യാസ്, റിയാക്റ്റൻ്റ് സൈഡിൽ 1 ഗ്യാസ്. അപ്പോൾ 2 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അവിടെ 3 മൈനസ് 2 എന്നാണ് കൊടുത്തത്. അതല്ല ശരി. PCl3 1 Cl2 1 ആണ്. അപ്പോൾ 2 ഉള്ളൂ. പ്രോഡക്റ്റ് സൈഡ് 2 മൈനസ് 1 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ആൻസർ 1 തന്നെയാണ്. Kp ഈക്വൽ ടു Kc ഇൻറ്റു RT റൈസ് ടു 1. RT റൈസ് ടു 1. RT റൈസ് ടു ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ 1 ആയതുകൊണ്ട് RT റൈസ് ടു 1. റെഡി? ദെർഫോർ ആൻസർ ഈസ് Kp ഈക്വൽ ടു Kc ഇൻറ്റു RT. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുകയാണ് മക്കളെ.
നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന പ്രധാന പോയിൻ്റ് ഒന്ന്, ആസിഡ് ബേസ് കൺസെപ്റ്റായ അറീനിയസ് കൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ്, ലൂയിസ് കൺസെപ്റ്റ്. അതിന് എക്സാമ്പിൾ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ, ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഒരു ഇക്വേഷനിൽ പ്രഷറിനുള്ള ഇൻഫ്ലുവൻസ് എന്താണ്, പ്രോഡക്റ്റിൻ്റെ അളവ് കൂട്ടാൻ എന്തൊക്കെ ചെയ്യണം, അതുപോലെ സോൾട്ടുകൾ എത്ര വിധമുണ്ട്, അത് ഹൈഡ്രോളിസിസ് നടത്തിയാൽ എന്താണ് അതിന് സംഭവിക്കുക, പി എച്ച് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, പി എച്ച് എന്താണ്, മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്. റെഡി? കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇത്തരം കാര്യങ്ങൾ നിങ്ങളങ്ങോട്ട് പഠിച്ചാണ്ടല്ലോ. കെ സി അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാണാനുള്ള ഇക്വേഷൻ, ഒരു ഇക്വേഷൻ തന്നാൽ അതിൽ നിന്ന് കെ സി എങ്ങനെ കാണാം, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് എന്നിട്ട് ഇക്വേഷൻ എഴുതുന്നുണ്ടല്ലോ. ഇതൊക്കെയാണ് പഠിക്കുക. നല്ല മാർക്ക് കിട്ടും. 5 മാർക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ പഠിച്ചങ്ങോട്ട് ചെന്നാൽ 5 മാർക്ക് കിട്ടും. ഓക്കെ, അതായത് 10% മാർക്കിൻ്റെ അടുത്ത് ഇതുണ്ട് ഈ ചാപ്റ്റർ എന്നുള്ളത് പ്രത്യേകം ഓർത്തുകൊണ്ട് പഠിക്കുക. അപ്പോൾ അവസാനിപ്പിച്ചാലോ? ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സെക്കൻഡ് ഇയറായ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സുകൾ കേൾക്കാത്തവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയി നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ ടോപ്പിക്കിനനുസരിച്ചുള്ള പാഠഭാഗങ്ങൾ, ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തത് എല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിർത്തുന്നു. താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.